മായാവി സിനിമയിൽ മമ്മൂക്ക പറയുന്നൊരു ഡയലോഗുണ്ട്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞടാ അവിടെ ഗോതമ്പുണ്ടല്ലെന്ന്. ജയിലിലെ ഭക്ഷണ രീതിയെ പറ്റിയാണ് അല്ലെ. ജയിലിലെ ഭക്ഷണ രീതിയൊക്കെ എന്നേ മാറിപ്പോയി. അവിടെ ബിരിയാണിയുണ്ട്, പൊറോട്ട, ചിക്കൻ കറി, ഇത്ര നല്ല നാട്ടിൽ കിട്ടുന്ന അതേപോലത്തെ അടിപൊളി ഫുഡ് അവിടെയും കിട്ടുന്നുണ്ട്. ആ മാറ്റം വന്നു. പക്ഷെ എങ്കിലും ജയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഗോതമ്പുണ്ട തീറ്റിക്കുന്ന ഒരു ഇമേജ്. ഇതേപോലെ തന്നെ നമുക്ക് സ്ഥായിയായി കിട്ടിയിരിക്കുന്ന ഒരു ഇമേജാണ് ഒരു ഗ്രീസ് മങ്കി ഇമേജ്, അതല്ലെങ്കിൽ കരിപുരണ്ട ജീവിതങ്ങൾ അല്ലേ. സമൂഹം മാറ്റങ്ങളൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ സമൂഹം ഇപ്പോഴും നമ്മളുടെ ആ ഒരു കണ്ണാടി കൂടിയാണ് നോക്കിയപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് മാറ്റേണ്ട ഒരു ഇമേജാണ് നമ്മുടെ ഗ്രീസ് മങ്കി ഇമേജ്. അത് നമ്മളായിട്ട് മാറ്റണം. കാരണം മുമ്പ് സമൂഹത്തിന് ആ ഒരു ഇമേജ് കിട്ടിയതിൽ നിന്ന് എന്തുമാത്രം നമ്മുടെ ഗറാഷ്യൻ മേഖല മാറിപ്പോയി അല്ലേ. MBBS ഡോക്ടർ അങ്ങനെയാണല്ലോ നമ്മളിൽ ചിലർ നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. നമ്മളൊരു മോട്ടോ ഡോക്ടർ ആണ് എന്നുള്ളതാണ്. പക്ഷെ ആ മോട്ടോ ഡോക്ടർക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇപ്പോഴും ആ കരിപുരണ്ട ജീവിതം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് അല്ലെ. ഒരു ഡോക്ടർ അത് മോശമൊന്നുമല്ല, നല്ല അധ്വാനമുള്ള, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇവർക്ക് ആകപ്പാടെ കിട്ടിയിരിക്കുന്ന ഒരു മനുഷ്യ ശരീരമാണ്. എന്നും അത് കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല. അത് തന്നെ നിരന്തരം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മോട്ടോ ഡോക്ടറുടെ അവസ്ഥ അതാണോ? 6 മാസം 1 കൊല്ലത്തിൽ കൂടുമ്പോൾ ഒരേ ബ്രാൻഡിന്റെ ഒരേ മോഡൽ വണ്ടിക്ക് 10 തരം മാറ്റങ്ങളാണ് വരുന്നത്. നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാലത്തും പഠിപ്പ് നിർത്താനും പറ്റില്ല, പ്രത്യേകിച്ച് ലോക്കൽ ഗറാഷ്യൻസ്. ബാക്കി സർവീസ് സെന്റേഴ്സിലൊക്കെ എന്താണ്, അവർക്ക് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ വർക്ക്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കമ്പനി കൊടുക്കും. ഈ ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത നമ്മൾ വരുന്ന വണ്ടികളെ ഇങ്ങനെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഇപ്പോഴും സമൂഹം ഒരു ഗ്രീസ് മങ്കി ഇമേജാണ് തരുന്നതെങ്കിൽ ഈ സമൂഹത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇമേജ് നമ്മൾ മാറ്റിയെടുക്കണം അല്ലേ. ഈ ഗ്രീസ് മങ്കി ഇമേജ് മാറ്റണം. എന്താണ് ഇത് നമ്മുടെ മേഖല എന്നറിയണമെങ്കിൽ, നിങ്ങൾക്ക് സമൂഹം വില തരണമെങ്കിൽ, സമൂഹത്തിന് എത്തിപ്പിടിക്കാനാവാത്ത രീതിയിൽ നിങ്ങൾ വളരണം. നിങ്ങൾക്കത് സാധിക്കും. പക്ഷെ എൻ്റെ ജീവിതം മാത്രം എനിക്ക് നോക്കിയാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാലേ എല്ലാ കാലത്തും നമ്മളിങ്ങനെ പോവും. ഇതിൽ മാറ്റം ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. നിങ്ങൾ ടൂൾ വണ്ടിയുടെ കൂടെ കൂടിക്കോ, നമുക്ക് മാറ്റിയെടുക്കാം.